നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ വയനാടിനോടുള്ള അവഗണനയിൽ പ്രതിഷേധവുമായി LDF കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള ജനത അനുഭവിക്കുന്ന വലിയ ദുഃഖം വയനാട് ദുരന്തമാണ്. അവരുടെ ദുഃഖം നികത്താൻ എത്ര പണം കൊടുത്താലും മതിയാവില്ല. എങ്കിലും ആ നാടിനെ ചേർത്തു നിർത്താൻ, കുടുംബങ്ങളെ ഒന്നിച്ചു നിർത്താൻ കേരളത്തിന് അർഹമായ സാമ്പത്തിക സഹായം കേന്ദ്രം ലഭ്യമാക്കണം. ഇത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അവകാശമാണ് എന്ന് EP ജയരാജൻ പറഞ്ഞു. അതുകൊണ്ട് ആ ഐക്യവും സാഹോദര്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കേന്ദ്ര ഗവൺമെന്റ് ജനവിരുദ്ധ നയം, എല്ലാ നികുതിയും പിരിച്ചെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അല്ലേ? GST എല്ലാം കേന്ദ്ര ഗവൺമെന്റിലേക്കല്ലേ? നിങ്ങൾ നികുതി പിരിച്ചു കൊണ്ടുപോയാൽ മതിയോ? ആ നികുതിയുടെ വിഹിതം കേരളത്തിന് കൊടുക്കണ്ടേ? ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മെഡിക്കൽ സ്ഥാപനമായിട്ടുള്ള എയിംസ് ഇല്ലാത്ത ഇന്ത്യയിലെ ഒരു സംസ്ഥാനം കേരളമാണ്. റെയിൽവേക്ക് വൻതോതിലുള്ള വെട്ടിക്കുറവാണ് കേരളത്തിൽ. റെയിൽവേയുടെ വികസനം കേരളത്തിൽ മുരടിപ്പിച്ചിരിക്കുകയാണ്. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് 3 വർഷമായി സ്കോളർഷിപ്പ് കേന്ദ്ര വിഹിതം കൊടുക്കുന്നില്ല. പല പെൻഷൻ പദ്ധതികൾക്കും കേന്ദ്ര വിഹിതം കൊടുക്കുന്നില്ല. N ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. CP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CP മുരളി CPI, ജോയി കൊന്നക്കാടൻ കേരള കോൺഗ്രസ്, PP ദിവാകരൻ JDS, MP മുരളി NCP, KK ജയപ്രകാശ് കോൺഗ്രസ് S, VK ഗിരീശൻ RJD, കാസിം ഇരിക്കൂർ INL, KC ജേക്കബ് മാസ്റ്റർ, AJ ജോസഫ്, SMK മുഹമ്മദ് അലി, സന്തോഷ് മാവില, മുഹമ്മദ് പാറക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു.